മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. സിനിമാ മേഖലയിൽ നിന്ന് നട്ടലുള്ള ആണൊരുത്തൻ രംഗത്തെത്തിയിട്ടുണ്ട്. ഇതുവരെയായിട്ട് സിനിമാ മേഖലയിൽ നിന്ന് കോക്രോച്ച് ജനതാ പാർട്ടി ചെയ്യുന്നത് നെറുകേടാണ് എന്ന് പറയാൻ ഒരുത്തരും നാവ് വന്നിട്ടില്ല. എന്നാൽ ആണൊരുത്തൻ സിനിമാക്കാരുടെ മുഖം നോക്കി അവരുടെ മണ്ടക്കെട്ട് തന്നെ കൊട്ടുന്ന തരത്തിൽ നല്ല ഒന്നാം തരം മറുപടിയുമായിട്ട് സന്തോഷ് പണ്ഡിറ്റ് എത്തിയിട്ടുണ്ട്. ഓരോ വരികളിലും അദ്ദേഹം സിനിമാക്കാരെ എടുത്തിട്ട് വലിച്ചു കീറുകയാണ് എന്നുള്ളതാ യാഥാർത്ഥ്യം. ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. അതിനുശേഷം നമ്മുടെ കേരളത്തിൽ നിന്ന് സുഡാപ്പികള് ഡൽഹിയിലേക്ക് എത്തിയിട്ടുണ്ട്. അവരെന്താണ് വിളിച്ചു പറയുന്നത് എന്നും മുന്നോട്ട് വെക്കാം. മലപ്പുറത്ത് നിന്നും കുറച്ച് ആളുകള് ഡൽഹിക്ക് വണ്ടി കയറിയിട്ടുണ്ട്. അവരെ കുറിച്ചും ഈ വീഡിയോയിൽ മുന്നോട്ട് വെക്കാം. ആദ്യം എന്താണ് സന്തോഷ് പണ്ഡിറ്റ് പറയുന്നത് എന്ന് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. അദ്ദേഹത്തിന്റെ ലേറ്റസ്റ്റ് ഫേസ്ബുക്ക് പോസ്റ്റ് ആണ്. ചില സിനിമകൾ കൊണ്ട് വിദ്യാർത്ഥികൾക്ക് എത്ര ഉപദ്രവം ഉണ്ടോ അത്രയും ഉപദ്രവം നീറ്റ് പരീക്ഷ രണ്ടാമത് എഴുതിയത് കൊണ്ട് സമൂഹത്തിന് ഉണ്ടായിട്ടില്ല. പാറ്റക്ക് അടിച്ച ഹിറ്റിൽ പല പൊയ്മുഖങ്ങളും പുറത്തു ചാടുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. നീറ്റ് പരീക്ഷ കുട്ടികളുടെ ഭാവി എന്നൊക്കെ പറഞ്ഞ് കേരളത്തിലെ ചില സിനിമാ സെലിബ്രിറ്റികൾ കരഞ്ഞ് ബഹളം വെക്കുകയാണല്ലോ. ചിലരുടെ സിനിമ അടുത്ത ആഴ്ചയിൽ റിലീസ് ആകാറുണ്ട്. അതിനായുള്ള ഇൻഡയറക്റ്റ് പ്രൊമോഷനാണ് സംഭവം. ചിലർക്ക് FCRA ഫണ്ട് നിയന്ത്രണം വരുമോ എന്ന പേടിയും ദേഷ്യവും ഇവിടെ തീർക്കുന്നു. ചിലർ ചില്ലറ മേടിച്ച് അഭിപ്രായം പറയുന്നു. ചിലർക്ക് ദേശീയ അവാർഡ് കിട്ടാത്തതിന്റെ ദേഷ്യം. അങ്ങനെ പോകുന്നു. 1000 ആളുകൾ പോലും ഇല്ലാത്ത ഒരു സിനിമാ സംഘടനയുടെ കുശുമ്പ്, അടിപിടി, കടിപിടി, പാരവെപ്പ്, ഈഗോ പോലുള്ള കുഞ്ഞു പ്രശ്നങ്ങൾ പോലും ഒരു മേശയുടെ ചുറ്റും ഇരുന്ന് ചർച്ച ചെയ്ത് പരിഹരിക്കാൻ പറ്റാത്ത ചില സിനിമാക്കാരാണ് ഇന്ത്യയിലെ നീറ്റ് പ്രശ്നം പരിഹരിക്കേണ്ട രീതി ഇങ്ങനെയല്ല എന്നും പറഞ്ഞ് വരുന്നത്. ഇന്ത്യയുടെ ഇത്തരം പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുവാൻ ഇവിടെ ഉശിരുള്ള ആൺകുട്ടികളുണ്ട്. കുട്ടികളുടെ യുവാക്കളുടെ ഭാവിയിൽ ഇത്രയും ആശങ്ക ഉള്ള സിനിമാക്കാർ ഇനിയെങ്കിലും സിനിമയിലെ കള്ളുകുടി, മദ്യം, കഞ്ചാവ് ഉപയോഗം കാണിക്കുന്ന അവയെ ഗ്ലോറിഫൈ ചെയ്യുന്ന സീനുകൾ സ്വന്തം സിനിമയിൽ നിന്നെങ്കിലും ഒഴിവാക്കിക്കൂടെ? ശ്രീവിരുദ്ധ ഡയലോഗുകൾ, ഡബിൾ മീനിങ്, തെറി ഭാഷകൾ ഇനിയെങ്കിലും കുട്ടികളുടെ നല്ല ഭാവി ആലോചിച്ച് സിനിമയിൽ കുറച്ചൂടെ? ഇനി ഒരിക്കൽ കൂടി കേരളത്തിൽ മറ്റൊരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരാതെ നോക്കുവാനെങ്കിലും ശ്രദ്ധിച്ചുകൂടെ? കള്ളപ്പണം വെളുപ്പിക്കുന്ന ആളുകളെ പൊതുജന മധ്യത്തിൽ കൊണ്ടുവന്നുകൂടെ? കേരളത്തിൽ മദ്യനിരോധനം വേണമെന്ന് അഭിപ്രായപ്പെട്ടുകൂടെ? സിനിമാ സ്റ്റൈൽ കൊലപാതകങ്ങളും സിനിമയെ അനുകരിച്ച് പോലീസിനെ വിദഗ്ധമായി പറ്റിക്കുന്നതും ഇന്ന് കേരളത്തിൽ കൂടി വരുന്നു. സമൂഹത്തിൽ ആക്രമണ സ്വഭാവം വർദ്ധിച്ചു വരുന്നതിൽ സിനിമകൾക്ക് വലിയ പങ്കുണ്ട് എന്നത് തെളിയിക്കപ്പെട്ടതാണ്. പണ്ട് മദ്യവും സിഗരറ്റും മാത്രമായിരുന്നു നായകന്റെ ഹീറോയിസം കാണിക്കുവാനുള്ള അളവുകോൽ എങ്കിൽ ാണ് നായകനും നായികയും ഒക്കെ ഉപയോഗിച്ച് അതിന് യുവാക്കളെ പ്രേരിപ്പിക്കുന്നത്. സമൂഹത്തിന് മാതൃക ആകേണ്ട എത്രയോ നടീനടന്മാരും സംവിധായകരെയും ഈ എക്സെട്ര ഉപയോഗിച്ച് എന്ന കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പഹൽഗാം അക്രമം അടക്കം ഒന്നിനും ഒരു അഭിപ്രായവും ഈ സെലിബ്രിറ്റികൾക്ക് ഇല്ലായിരുന്നു. സിനിമകളിലെ അക്രമങ്ങൾ കണ്ടുകൊണ്ട് കുട്ടികളിലും ചെറുപ്പക്കാരിലും യാഥാർത്ഥ്യബോധം കുറയാൻ അത് കാരണമാകുന്നു. സിനിമകളിലെ അമിതമായ സംഘട്ടനങ്ങളും ക്രൂരതകളും കാണുമ്പോൾ അത്തരം രീതികൾ അനുകരിക്കാൻ ചിലർ, പ്രത്യേകിച്ച് കൗമാരക്കാർ മുതിരാറുണ്ട്. ലഹരി ഉപയോഗം, സ്ത്രീവിരുദ്ധത, തെറ്റായ ജീവിത രീതികൾ എന്നിവ സിനിമകളിൽ ഗ്ലാമറൈസ് ചെയ്ത് കാണിക്കുന്നത് സമൂഹത്തിലെ ധാർമ്മിക മൂല്യങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നു. ചില സിനിമകളിലെ ഭീകരമായ രംഗങ്ങൾ, ഹൊറർ അല്ലെങ്കിൽ അമിതമായ അക്രമങ്ങൾ സമൂഹത്തിൽ, പ്രത്യേകിച്ച് കുട്ടികളിൽ ഭയവും ഉത്കണ്ഠയും ഉണ്ടാകുന്നു. കേരളത്തിൽ ഇതിനു മുമ്പ് നടന്ന നഴ്സുമാരുടെ സമരം, ആശാ വർക്കേഴ്സിന്റെ സമരം, PSC വിദ്യാർത്ഥികളുടെ സമരം, മുനമ്പം സമരം, സഹകരണ ബാങ്കിലെ കൊള്ള, ഇതൊന്നും ഇപ്പോൾ നീറ്റിന്റെ പേരിൽ മുതലക്കണ്ണീർ ഒഴുക്കുന്നവർ കേട്ടിട്ടേ ഇല്ല. ഇപ്പോഴത്തെ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് മുമ്പും ഈ ഇന്ത്യയിൽ കേരളം അടക്കം എത്രയോ സംസ്ഥാനങ്ങളിൽ PSC അടക്കം പരീക്ഷകൾ റദ്ദ് ചെയ്ത് റീ എക്സാം വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോഴൊന്നും ഇതുപോലെ സെലിബ്രിറ്റികൾ അഭിപ്രായം പറഞ്ഞു കണ്ടില്ല. അതിന്റെ ബന്ധപ്പെട്ട മന്ത്രിമാർ രാജിയും വെച്ച ചരിത്രമില്ല. CBSE മെഡിക്കൽ എൻട്രൻസ് AIPMT നടത്തുന്ന കാലത്തും ചോദ്യപേപ്പർ ചോർച്ചയും
ക്രമക്കേടുകളും ഉണ്ടായിട്ടുണ്ട്. പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഇവയാണ്. പണ്ട് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഏറ്റവും വലിയ ചോർച്ച സംഭവം പരീക്ഷ നടക്കുന്നതിന് തൊട്ടു മുമ്പ് വാട്സാപ്പ് വഴിയും SMS വഴിയും ചോദ്യങ്ങൾ ഉത്തരങ്ങളും പുറത്തു വന്നു. രീതി: ബീഹാർ, ഹരിയാന കേന്ദ്രീകരിച്ചുള്ള സംഘങ്ങൾ വ്യാജ ഏജന്റുകൾ വഴി ഉത്തരങ്ങൾ സമാഹരിക്കുകയും പ്രത്യേകമായി നിർമ്മിച്ച അടിവസ്ത്രങ്ങളിലും ജാക്കറ്റുകളിലും ബ്ലൂടൂത്ത് മൈക്രോ ഉപകരണങ്ങൾ ഘടിപ്പിച്ചു പരീക്ഷാ ഹാളുകളിലുള്ള വിദ്യാർത്ഥികൾക്ക് എത്തിച്ചു കൊടുക്കുകയുമായിരുന്നു. ഫലം: ഹരിയാന പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് പരിഗണിച്ച് സുപ്രീം കോടതി AIPMT പരീക്ഷ റദ്ദാക്കുകയും ആഗസ്റ്റ് മാസത്തിൽ CBSEയോട് റീടെസ്റ്റ് നടത്താൻ ഉത്തരവിടുകയും ചെയ്തു. 2. AIPMT 2011-2012 ഉത്തര സൂചിക. ഹൈടെക് ചോർച്ച ആരോപണങ്ങൾ. പരീക്ഷ ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ ചില കോച്ചിങ് സെന്ററുകളിലേക്കും മാഫിയകൾക്കും SMS വഴി ഉത്തര സൂചികകൾ ചോർന്നതായി പോലീസിന് പരാതി ലഭിച്ചിരുന്നു. വ്യാജ ആൾമാറാട്ടക്കാരെ ഇരുത്തി പരീക്ഷ എഴുതിച്ച സംഭവങ്ങളും അക്കാലത്ത് രാജസ്ഥാൻ, UP തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 3. AIPMT 2004 ചോദ്യപേപ്പർ ചോർച്ച. പരീക്ഷ ആരംഭിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് രാജസ്ഥാനിലും ഡൽഹിയിലും ചോദ്യപേപ്പർ ചോർന്നതായും ആരോപണം ഉയരുന്നതിനെ തുടർന്ന് കേസ് അന്വേഷിക്കുകയും ക്രിമിനൽ സംഘങ്ങളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അന്ന് ഈ വിഷയത്തിൽ ഏത് മന്ത്രിയാണ് രാജിവെച്ചത്? 2014 മാർച്ച് CBSE പരീക്ഷകൾ. 12ാം ക്ലാസ് ഇക്കണോമിക്സ്, 10ാം ക്ലാസ് മാത്തമാറ്റിക്സ് ചോദ്യപേപ്പറുകൾ ചോർന്നതിനെ തുടർന്ന് രാജ്യത്ത് വലിയ വിവാദങ്ങൾ ഉണ്ടായി. 2013 മഹാരാഷ്ട്ര HSC സംസ്ഥാനത്ത് 12ാം ക്ലാസ് ചോദ്യപേപ്പർ ചോർന്നതായി കണ്ടെത്തിയതിനെ തുടർന്ന് പരീക്ഷ മാറ്റിവെച്ചു. 2013 മധ്യപ്രദേശ് വ്യാപം അഴിമതി. രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ പരീക്ഷാ കുംഭകോണങ്ങളിൽ ഒന്നായ വ്യാപം അഴിമതി 2013 പുറത്തു വന്നു. പ്രീ മെഡിക്കൽ ടെസ്റ്റ് ഉൾപ്പെടെയുള്ള നിരവധി സർക്കാർ റിക്രൂട്ട്മെന്റ് പരീക്ഷകളിലെ കോപ്പിയടിയും ചർച്ചയും ഇതിൽ ഉൾപ്പെടുന്നു. 2012 ദില്ലി എയിംസ് പ്രവേശന പരീക്ഷ. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് നടത്തിയ പ്രവേശന പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതായി പരാതി ഉയർന്നു. 2008 പ്രീ മെഡിക്കൽ ടെസ്റ്റ്. വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന മെഡിക്കൽ പ്രവേശന പരീക്ഷകളുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള ചോദ്യപേപ്പർ ചോർച്ച റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. 2007 ഓൾ ഇന്ത്യ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷന്റെ ചോദ്യപേപ്പർ ചില സംസ്ഥാനങ്ങൾ ചോർന്നതായി വാർത്തകൾ വന്നു. 2006 CBSE അക്കൗണ്ടൻസി 12ാം ക്ലാസ് അക്കൗണ്ടൻസി പരീക്ഷയുടെ ചോദ്യപേപ്പർ ദില്ലിയിൽ ചോർന്നു. ചോദ്യപേപ്പർ ചോരുന്ന വഴികൾ. ഇത്തരം ചോർച്ചകൾക്ക് പിന്നിൽ കോച്ചിങ് സെന്ററുകൾ, ഉദ്യോഗസ്ഥർ, ഏജന്റുകൾ എന്നിവരെടുക്കുന്ന ഒരു വലിയ മാഫിയ തന്നെ ഉണ്ടെന്നാണ് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തുന്നത്. പ്രിന്റിംഗ് പ്രസ്സുകൾ. ചോദ്യപേപ്പർ അച്ചടിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്നുള്ള സുരക്ഷാ വീഴ്ചകൾ. ട്രാൻസ്പോർട്ടേഷൻ. പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് പേപ്പറുകൾ എത്തിക്കുന്ന വഴിയിൽ വെച്ച് സീലുകൾ പൊട്ടിച്ച് ചോർത്തുന്നത്. ഡിജിറ്റൽ മാധ്യമങ്ങൾ, വാട്സാപ്പ്, ടെലിഗ്രാം ഗ്രൂപ്പുകൾ വഴി വളരെ വേഗത്തിൽ ചോദ്യങ്ങൾ ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് വിൽക്കപ്പെടുന്നു. കേന്ദ്ര സർക്കാരിന്റെ പുതിയ കർശന നിയമം ആന്റി പേപ്പർ ലീക്ക് ലോ. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനായി കേന്ദ്ര സർക്കാർ ദി പബ്ലിക് എക്സാമിനേഷൻ പ്രിവെൻഷൻ ഓഫ് അൺഫെയർ മീൻസ് ആക്ട് 2024 നടപ്പിലാക്കിയിട്ടുണ്ട്. ഈ നിയമപ്രകാരം വ്യവസ്ഥ ചെയ്തിട്ടുള്ള കടുത്ത ശിക്ഷകൾ നൽകുന്നത്. സമരം നടത്താം, പ്രതിഷേധിക്കാം, പക്ഷെ പൊതുമുതൽ നശിപ്പിച്ചുകൊണ്ട് ട്രെയിനിന് നേരെ കല്ലെറിഞ്ഞുകൊണ്ട് ആവരുത്. റെസ്ട്രിക്റ്റഡ് ഏരിയയിലും സുരക്ഷാ കാരണങ്ങളാൽ സമരം ചെയ്യരുത്. നിലവിൽ ഇറാൻ അമേരിക്ക യുദ്ധകാലത്ത് പോലും വികസനത്തിലേക്ക് കുതിക്കുകയാണ് ഇന്ത്യ. ഇപ്പോൾ എങ്ങനെയെങ്കിലും ഇന്ത്യയിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കാൻ തെറ്റിദ്ധരിക്കപ്പെട്ട് വിദേശ ഏജൻസികളുടെ കളിപ്പാവുകൾ ആവുകയാണ് ഇവിടുത്തെ കുറച്ച് ചെറുപ്പക്കാർ. പൊതുജനം ജാഗ്രത. വാൽകഷ്ണം നീറ്റ് കേസ് ഉണ്ടായ ആ മിനിറ്റിൽ തന്നെ പോലീസ് അന്വേഷണം തുടങ്ങി. CBIക്ക് നൽകി. അന്വേഷണം ആരംഭിച്ചു. 13 പേരെ അറസ്റ്റ് ചെയ്തു. എക്സാം ക്യാൻസൽ ചെയ്തു. റീ എക്സാം നടത്തി. അതിന്റെ റിസൾട്ടും വന്നു. മെഡിക്കലായ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ പാസ്സായി. ചില സിനിമകൾ കൊണ്ടുള്ള അത്രയും ദോഷം വിദ്യാർത്ഥികൾക്ക് ഈ റീ എക്സാം എഴുതിയതിൽ ഇല്ല. വീഴുക എന്നത് തെറ്റല്ല, വീണിട്ട് എഴുന്നേൽക്കാതെ ഇരിക്കുക എന്നതാണ് തെറ്റ്. ഇത്ര സുന്ദരമായിട്ടാണ് സിനിമാക്കാർക്ക് സന്തോഷ് പണ്ഡിറ്റ് മറുപടി കൊടുത്തിട്ടുള്ളത്. സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞല്ലോ, ഇതിപ്പോ യഥാർത്ഥത്തിൽ രാജ്യ തലസ്ഥാനത്ത് നടക്കുന്നത് ഈ നീറ്റ് എക്സാമിന്റെ ചോദ്യപേപ്പർ വിഷയം പൊക്കിപ്പിടിച്ചല്ല, ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യ. ഇപ്പൊ ജിഹാദികളൊക്കെ തുനിഞ്ഞിറങ്ങിയിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരു ജിഹാദി അവിടെ എത്തിയിട്ട് എന്താ വിളിച്ചു പറഞ്ഞത് എന്നൊന്ന് കേട്ടോക്കൂ. അലി അംജദ്, വയനാടാണ്. പേപ്പർ ലീക്കിനല്ല, CJP ഞാൻ പേഴ്സണലി കാണുന്നത് ഒരു ലോകാവസാനത്തിന്റെ അടയാളം. ഇസ്ലാമിൽ 6ാമത്തെയോ 7ാമത്തെയോ ദാബത്തുൽ അർള് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നത്. ബീസ് ഫ്രം എർത്ത്, ലൈക്ക് കോക്രോച്ചസ്, ലൈക്ക് ഇൻസെക്ട്സ്, ആൻഡ് ദാറ്റ്സ് ഡീപ്ലി കണക്റ്റഡ് ടു ഇസ്ലാം, ഈവൻ സോളമൻ സുലൈമാൻ. And as far as I'm concerned, as a deep religious Muslim, I see it as a sign of end times. That's what I feel like. നിങ്ങൾ കേട്ടോ,
കുറെ ആളുകൾ ലോകത്തെ തന്നെ അവസാനിപ്പിക്കാന്, കുറെ ആളുകൾ രാജ്യത്തെ തകർക്കാന്. എന്തൊക്കെയാണ് നമ്മൾ രാജ്യ തലസ്ഥാനത്ത് ഇപ്പോ കണ്ടോണ്ടിരിക്കുന്നത്? കോക്രോച്ച് ജനതാ പാർട്ടിക്കാര് അവിടെ കലാപത്തിനാണ് നേതൃത്വം കൊടുത്തോണ്ടിരിക്കുന്നത്. ആ കോക്രോച്ച് ജനതാ പാർട്ടിക്കാരുമായിട്ട് സൂം മീറ്റിംഗ് നടത്തിയെന്ന് അമേരിക്കയിലെ തീവ്രവാദിയായിട്ടുള്ള പന്നു പോലും പരസ്യമായിട്ട് പ്രഖ്യാപിച്ചു. ഇത്തരം ജിഹാദികൾ തോന്നിയതുപോലെ അവിടേക്ക് എത്തുന്നുണ്ട്. അതേപോലെ തന്നെ മലപ്പുറത്ത് നിന്ന് നിരവധി ആളുകൾ ഇപ്പോൾ വണ്ടി കയറി ഡൽഹിയിലേക്ക് എത്തിയിട്ട് എന്തും ചെയ്യുമെന്നൊക്കെ മലയാള മാധ്യമങ്ങളിലേക്ക് ഓരോന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പറയുന്ന മലയാളികളായിട്ടുള്ള നമ്മുടെ കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് എത്തിയിട്ടുള്ള ഓരോ ആളുകൾക്ക് പിന്നിലും കൃത്യമായ അന്വേഷണം വേണം. ഇവിടെ കൃത്യമായിട്ട് സന്തോഷ് പണ്ഡിറ്റ് എടുത്തു പറയുന്നുണ്ട്, അവരുടെ സമരത്തിന് പിന്തുണ കൊടുക്കുന്ന ഓരോ ആളുകൾക്കും ഓരോ തരത്തിലാണ് ലക്ഷ്യങ്ങളുള്ളത്. ഒരു കോമൺ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ പുരോഗതി തകർക്കുക, ഈ രാജ്യത്തെ തകർക്കുക, ഈ രാജ്യത്തെ തോന്നിയതുപോലെ കണ്ടം തുണ്ടമാക്കുക എന്നുള്ളതാണ് കോക്രോച്ച് ജനതാ പാർട്ടിക്കാരുടെയും അവരെ പിന്തുണക്കുന്നവരുടെയും ഒരുപാട് അതിൽപ്പെട്ട ബഹുഭൂരിപക്ഷം ആളുകളുടെയും ലക്ഷ്യം എന്നുള്ളതൊക്കെ തർക്കമില്ലാത്ത വിഷയമായിക്കൊണ്ടിരിക്കും. എത്ര ആളുകളാ നമ്മുടെ പ്രധാനമന്ത്രിയൊക്കെ അപമാനിച്ചുകൊണ്ട്, നമ്മുടെ പ്രധാനമന്ത്രിയൊക്കെ തോന്നിയത് വിളിച്ചുകൊണ്ട്, ഇതൊക്കെയാണോ ഇവിടെ ജനാധിപത്യ സമരമാണ് ഡൽഹിയിൽ നടക്കുന്നത് എന്ന് വിളിച്ചു പറയുന്ന ആളുകൾ പൊക്കിപ്പിടിക്കുന്നത്? ഇതിൽ എന്ത് ജനാധിപത്യമുള്ളത്? നമ്മുടെ പാർലമെന്റിലേക്ക് മാർച്ച് നടത്താൻ അനുവദിക്കുന്നതല്ല. അത് ഏത് സർക്കാർ ഭരിച്ചാലും, അത് ഇന്ന സർക്കാർ ആയതുകൊണ്ട് അനുവദിക്കാത്തതല്ല. ഏത് സർക്കാർ ഭരിച്ചാലും ഹൈ സെക്യൂരിറ്റി അതായത് വളരെ വലിയ സുരക്ഷയുള്ള മേഖലയാണ് നമ്മുടെ പാർലമെന്റ് മന്ദിരവും അതുമായി ബന്ധപ്പെട്ട പ്രദേശമൊക്കെ. അവിടേക്ക് തന്നെ മാർച്ച് നടത്തുക, നമ്മുടെ പ്രധാനമന്ത്രിയെ അവഹേളിക്കുക, നമ്മുടെ രാജ്യത്തെ വിഭജിക്കണമെന്ന് ഒരു ഭാഗത്ത് വിളിച്ചു പറയുക, ഒരു ഭാഗത്ത് ലോകം തന്നെ അവസാനിപ്പിക്കാൻ ഡൽഹിയിലേക്ക് ആളുകളെത്തി. ഇതിനെ കലാപമല്ല എന്നല്ലാതെ മറ്റെന്ത് തേങ്ങയാണ് ബോധമുള്ള ആളുകൾ പറയേണ്ടത്?